പിണറായി വിജയൻ, വി.എസ്. അച്യുതാനന്ദൻ ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പിണറായി ധർമ്മടത്തും വി.എസ്. മലമ്പുഴയിലുമാണ് പത്രിക സമർപ്പിച്ചത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചത്തിലാക്കി പ്രമുഖ നേതാക്കൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ കണ്ണൂർ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മലമ്പുഴയിലെ LDF സ്ഥാനാർത്ഥി വി.എസ്. അച്യുതാനന്ദൻ പാലക്കാട് കളക്ടറേറ്റിലെത്തി പത്രിക നൽകി. പ്രമുഖ LDF നേതാക്കൾ വി.എസിനെയും പിണറായിയെയും അനുഗമിച്ചു. LDF സ്ഥാനാർത്ഥികളായ KK ശൈലജ ടീച്ചർ കൂത്തുപറമ്പിലും TV രാജേഷ് കല്യാശ്ശേരിയിലും KT ജോസ് ഇരിക്കൂറിലും MV നികേഷ് കുമാർ അഴീക്കോടും AN ഷംസീർ തലശ്ശേരിയിലും C കൃഷ്ണൻ പയ്യന്നൂരിലും നാമനിർദ്ദേശ പത്രിക നൽകി. G സുധാകരനും V ശിവൻകുട്ടിയും IB സതീഷും പത്രിക നൽകി. അരുവിക്കരയിൽ LDF സ്ഥാനാർത്ഥി AA റഷീദും UDF സ്ഥാനാർത്ഥി ശബരിനാഥും പത്രിക നൽകി. ആന്റണി രാജുവും V സുരേന്ദ്രൻപിള്ളയും തിരുവനന്തപുരത്തും KK ഷാജു, ചിറ്റയം ഗോപകുമാർ എന്നിവർ അടൂരിലും TN സീമ വട്ടിയൂർക്കാവിലും ജമീല പ്രകാശം കോവളത്തും പത്രിക നൽകി. ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിലും റോയ് വരിക്കാട്ട് തൊടുപുഴയിലും ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി MM മണി നെടുങ്കണ്ടത്തും പത്രിക നൽകി. UDF സ്ഥാനാർത്ഥികളായ PC വിഷ്ണുനാഥ് ചെങ്ങന്നൂരും ലാലി വിൻസെന്റ് ആലപ്പുഴയിലും പത്രിക നൽകി. S രാജേന്ദ്രൻ ദേവികുളത്തും ES ബിജിമോൾ പീരുമേട്ടിലും പത്രിക സമർപ്പിച്ചു. ദേവികുളത്തെ UDF സ്ഥാനാർത്ഥി AK മണിയും പീരുമേട്, ദേവികുളം, തൊടുപുഴ എന്നിവിടങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ നിരവധി പ്രമുഖ നേതാക്കൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ഇടതുമുന്നണി ജയിക്കുമെന്ന ബേജാറിലാണ് ഉമ്മൻചാണ്ടിയുടെ ജൽപ്പനങ്ങളെന്ന് വി.എസ്. അച്യുതാനന്ദൻ. ഇത് താനോ LDFോ കാര്യമാക്കുന്നില്ല. വി.എസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിയോ അതേപോലെ മറ്റു പ്രമുഖരാരെങ്കിലുമോ അടിച്ചുവിടുന്ന ഇത്തരം ആക്ഷേപങ്ങൾ കാര്യമായിട്ടുള്ള നിലയിലൊന്നും പരിഗണിക്കേണ്ടതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോകുകയാണ്. അതിലുള്ള ബേജാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പലതും തട്ടിവിടും. അതിൽ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. സ്വന്തം മണ്ഡലത്തിൽ വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സാറേ, കുടിവെള്ളമില്ല എന്ന ചോദ്യത്തിന് എന്താ വീടില്ലേ എന്ന് തിരിച്ചു ചോദിച്ച് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നു. റാംജിറാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ കമ്പിളിപ്പുറപ്പ് കമ്പിളിപ്പുറപ്പ് എന്ന മുകേഷിന്റെ ഡയലോഗിനെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രകടനം. കുടിവെള്ളം എന്ന് പറയുന്ന സംഭവം ഇവിടെ കിട്ടുന്നില്ല. ഈ രണ്ട് ജനവാസം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനവാസ പ്രദേശമാണ്. രണ്ട് കോളനി 25 കൊല്ലമായിട്ട് ഇവിടെ കുടിവെള്ളം എന്ന് പറയുന്ന സംഭവം ഇവിടെ കിട്ടുന്നില്ല. ഈ രണ്ട് ജനവാസം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനവാസ പ്രദേശമാണ്. രണ്ട് കോളനി വി.എസിനെതിരെ നിയമ നടപടി സ്വീകരിച്ചാൽ കോടതിയിൽ നേരിടുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പല മണ്ഡലങ്ങളിലും മാർക്സിസവുമായി കോൺഗ്രസ് ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്നും കോടിയേരി ആരോപിച്ചു. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇത്രയേറെ അഴിമതി ആരോപണത്തിന് വിധേയനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഈ കേരളത്തിന് ഇതിനകം 11 മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ആ 11 മുഖ്യമന്ത്രിമാർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? നിരവധി കേസുകൾക്ക് ഇപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി തന്നെ ആരോപണ വിധേയനായി അന്വേഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി ആരുടെ പേരിലും വിജിലൻസ് കേസില്ല, ആരുടെ പേരിലും ആരോപണമില്ല എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിച്ചാൽ കേരളത്തിൽ ആരാണത് വിശ്വസിക്കാൻ പോകുന്നുണ്ട്? തെറ്റായ ആരോപണമാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ, കോടതിയിൽ വെച്ച് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ജനകീയ കോടതിയല്ലേ, ഈ ജനകീയ കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അഴിമതിക്കാരായ മുഴുവൻ മന്ത്രിമാരെയും ജനമധ്യത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പോരാട്ടമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുമതത്തിൽ മാത്രമല്ല സ്ത്രീകൾക്ക് ആരാധനാലയങ്ങളിൽ വിവേചനമുള്ളതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീംകോടതിയിൽ. ചില മുസ്ലിം, ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശന വിലക്കുണ്ടെന്നും ഇത് ഭരണഘടന അനുവദിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് കോടതിയിൽ വാദിച്ചു. എന്നാൽ വ്രതമെടുക്കാത്ത പുരുഷന്മാരെ പ്രവേശിപ്പിക്കുന്ന കാലഘട്ടം വരെ സ്ത്രീകളെയും ശബരിമലയിൽ പ്രവേശിപ്പിച്ചുകൂടെയെന്നും സുപ്രീംകോടതി ചോദിച്ചു. ശബരിമലയിലെ സ്ത്രീ പ്രവേശന ഹർജി പരിഗണിക്കവെയാണ് ആരാധനാലയങ്ങളിലെ സ്ത്രീ വിവേചനം ഹിന്ദുമതത്തിൽ മാത്രമല്ലെന്ന് ദേവസ്വം ബോർഡ് വാദിച്ചത്. ചില മുസ്ലിം, ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശന വിലക്കുണ്ടെന്നും ഇത് ഭരണഘടന അനുവദിച്ചതാണെന്നും ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ അറിയിച്ചു.
ശബരിമലയിൽ മാത്രമാണ് നിയന്ത്രണമെന്നും മറ്റായിരക്കണക്കിന് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ടെന്നും 10 മുതൽ 50 വയസ്സ് വരെയുള്ള യുവതികൾക്ക് മാത്രമാണ് നിയന്ത്രണമെന്നും ദേവസ്വം ബോർഡിന് വേണ്ടി അഡ്വക്കേറ്റ് കെ വേണുഗോപാൽ വ്യക്തമാക്കി. എന്നാൽ വാദം കേൾക്കവേ ആർത്തവമാണോ സ്ത്രീശുദ്ധിയുടെ അളവുകോലെന്ന് ചോദിച്ച കോടതി പുരുഷന്മാരുടെ വ്രതശുദ്ധി അളക്കുന്നത് എങ്ങനെയെന്നും ചോദിച്ചു. വ്രതമെടുക്കാത്ത പുരുഷന്മാരെ 18ാം പടിക്ക് പകരം മറ്റൊരു വഴിയിലൂടെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കുന്നതുവരെ സ്ത്രീകളെയും പ്രവേശിപ്പിച്ചുകൂടെ എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ തിങ്കളാഴ്ചയും വാദം തുടരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സന്തോഷ് മാധവനെ ഭൂമി ദാനം ചെയ്ത കേസിൽ വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സ്വീകരിച്ചില്ല. അജണ്ടയിലില്ലാത്ത വിഷയം മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. ഭൂമിദാന കേസിൽ മന്ത്രി അടൂർ പ്രകാശിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിജിലൻസിന്റെ ത്വരിത പരിശോധനാ റിപ്പോർട്ട് പരിഗണിക്കവെയാണ് ഇടപാടിൽ വ്യവസായ മന്ത്രിയുടെ പങ്ക് സംബന്ധിച്ച് കോടതി സംശയം പ്രകടിപ്പിച്ചത്. ഇടപാടിൽ വ്യവസായ മന്ത്രിയുടെ ഇടപെടലിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നോ എന്ന് കോടതി ആരാഞ്ഞു. മന്ത്രിസഭായോഗത്തിന്റെ അജണ്ടയിലില്ലാതിരുന്ന കാര്യം എന്തുകൊണ്ടാണ് വ്യവസായ മന്ത്രി ഔട്ട് ഓഫ് അജണ്ടയായി ഉന്നയിച്ചത്? തണ്ണീർത്തടമാണെന്ന് ചൂണ്ടിക്കാട്ടി ഭൂമിദാനത്തിനുള്ള അപേക്ഷ മുൻപ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റി നിരസിച്ചിരുന്നു. എന്നാൽ ഇത് മറികടന്ന് എങ്ങനെ മന്ത്രിസഭായോഗം ഭൂമിദാനത്തിന് അനുമതി നൽകിയെന്ന് കോടതി ആരാഞ്ഞു. ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യം അന്വേഷിച്ചില്ലെന്നും കോടതി ചോദിച്ചു. അടുത്ത മാസം 2-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകണമെന്നും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജഡ്ജി പി മാധവൻ ഉത്തരവിട്ടു. നിയമകാര്യ ലേഖകൻ പി താജുദ്ദീനൊപ്പം സാലി മുഹമ്മദ്, കൊച്ചി. കനയ്യകുമാർ അടക്കം JNU വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് അധികൃതർ അച്ചടക്ക നടപടി സ്വീകരിച്ചു. ഫെബ്രുവരി 9-ന് സർവകലാശാലയിൽ അഫ്സൽ ഗുരു അനുസ്മരണ പരിപാടി നടത്തിയത് അധികൃതരുടെ അനുമതി ഇല്ലാതെയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സർവകലാശാല ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കനയ്യയ്ക്ക് 10,000 രൂപയാണ് പിഴ. ഉമർ ഖാലിദിനെ ഒരു സെമസ്റ്റർ കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്യുകയും 20,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. മറ്റൊരു വിദ്യാർത്ഥിയായ അശുതോഷിനെ JNU ഹോസ്റ്റലിൽ നിന്നും 1 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തി. മറ്റ് വിദ്യാർത്ഥികളായ അനിർഭാൻ ഭട്ടാചാര്യയെ ജൂലൈ 15 വരെ സസ്പെൻഡ് ചെയ്യുകയും അടുത്ത 5 വർഷത്തേക്ക് സർവകലാശാലയിൽ മറ്റൊരു കോഴ്സിന് ചേരുന്നതിൽ നിന്നും വിലക്കുകയും ചെയ്തു. ജനസംഘവുമായി CPM സഖ്യമുണ്ടാക്കിയെന്ന് ഉമ്മൻചാണ്ടിയുടെ ആരോപണം കള്ളക്കഥയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജനതാ പാർട്ടിയുമായി ചേർന്നാണ് CPM അടിയന്തരാവസ്ഥയെ നേരിട്ടത്. അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷമാണ് ഉമ്മൻചാണ്ടി രംഗത്തെത്തിയത്. തുടർന്ന് ആന്റണിയും ഉമ്മൻചാണ്ടിയും LDFന്റെ ഭാഗമായി. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഓർമ്മശക്തി പരീക്ഷിക്കരുതെന്നും കോടിയേരി പ്രതികരിച്ചു. ഹെൽമറ്റില്ലാതെ ഓടിച്ച ബൈക്കിന്റെ പിറകിൽ യാത്ര ചെയ്ത ആഭ്യന്തരമന്ത്രിയുടെ നടപടി വിവാദത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് രമേശ് ചെന്നിത്തല ബൈക്കിന്റെ പിറകിൽ യാത്ര ചെയ്തത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ കേസെടുക്കേണ്ടത് പോലീസല്ല മോട്ടോർ വാഹന വകുപ്പാണെന്ന് പറഞ്ഞ് DGP സെൻകുമാർ ഒഴിഞ്ഞുമാറുകയായിരുന്നു. ആഭ്യന്തരമന്ത്രിയും ഹരിപ്പാട് UDF സ്ഥാനാർത്ഥിയുമായ രമേശ് ചെന്നിത്തലയുടെ നിയമലംഘനമാണ് വിവാദമായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇദ്ദേഹം ഇരുചക്രവാഹനത്തിൽ ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതും ഹെൽമറ്റ് ധരിക്കാതെ നിയമം ലംഘിച്ച് ബൈക്ക് യാത്ര ചെയ്ത വ്യക്തിയുടെ പിറകിലിരുന്നതുമാണ് വിവാദമായിരിക്കുന്നത്. നിയമലംഘനം നടത്തുന്ന ആഭ്യന്തരമന്ത്രിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധമുയരുന്നത്. എന്നാൽ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് ഗതാഗത വകുപ്പ് മേധാവി ടോമിൻ ജെ തച്ചങ്കരിയാണെന്നാണ് DGP സെൻകുമാർ പറയുന്നത്. മാത്രമല്ല ആഭ്യന്തരമന്ത്രിയുടെ നിയമലംഘനത്തെ ന്യായീകരിക്കുക കൂടിയാണ് DGP ചെയ്യുന്നത്. വീഡിയോ ഉണ്ടെങ്കിലും പലപ്പോഴും ആക്ഷൻ എടുക്കാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും 100, 200, 300 പേരുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും പോലീസ് പലപ്പോഴും ഇന്നലെ വീഡിയോ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അതെ അല്ല, അപ്പൊ ഈ സംഭവം സാറിന്റെ ശ്രദ്ധപ്പെട്ടായിരുന്നോ? ഈ സംഭവം എന്റെ പെട്ടിട്ടില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് നേരെ അതോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാം. അതല്ല, സാറിന്റെ ശ്രദ്ധയാൻപ്പെടുത്തിയ സാറാണല്ലോ ഇപ്പം DGP, അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചിങ്ങനെ സംഭവം പറഞ്ഞത്. അല്ല, ഇത് തച്ചങ്കേരിയാണ് ഇതിന്റെ മെയിൻ ആള് കേട്ടോ. അവിടെ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തച്ചങ്കേരിയാണ്. അവരാണ്. റോഡുകളിലും ഇടവഴികളിൽ പോലും ഹെൽമറ്റ് വേട്ടയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ചയക്കുന്ന DGP തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ നിയമലംഘനത്തെ ന്യായീകരിക്കുന്നതും. ഇതിനെതിരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്.
ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നടൻ രതീഷിന്റെ മകൾ പത്മ വിവാഹിതയായി. ഇടപ്പള്ളി സ്വദേശി സഞ്ജീവാണ് വരൻ. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സിനിമാരംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. മമ്മൂട്ടി മോതിരം കൈമാറി, ജയറാം പൂച്ചെണ്ട് നൽകി. പാർവതി, മേനക, ദിലീപ്, മഞ്ജു വാര്യർ തുടങ്ങിയവർ സംബന്ധിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കാൻ മലയാളത്തിൻ്റെ താരനിര മുഴുവനായും തന്നെ വിവാഹവേദിയിലേക്കെത്തി. നിർമ്മാതാവ് സുരേഷ് കുമാർ, ഭാര്യയും നടിയുമായ മേനക എന്നിവർ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇരുവരുടെയും മകൾ കീർത്തിയും പത്മയുടെ സഹോദരിയും നടിയുമായ പാർവതി എന്നിവർ ചേർന്ന് താലവുമായി വധുവിനെ വേദിയിലേക്ക് ആനയിച്ചു. ഇടപ്പള്ളി സ്വദേശി വിവേക് പത്മയുടെ കഴുത്തിൽ മിന്നുചാർത്തി. മമ്മൂട്ടി മോതിരം കൈമാറിയപ്പോൾ പൂച്ചെണ്ട് നൽകി ജയറാമും ചടങ്ങുകളിൽ ആദ്യന്തം നിറഞ്ഞു. ക്രിക്കറ്റ് താരം ശ്രീശാന്ത്, ദിലീപ്, രഞ്ജി പണിക്കർ, മനോജ് കെജയൻ, മണിൻപിള്ള രാജു, KPC ലളിത, സംവിധായകൻ ഷാജി കൈലാസ്, നടിമാരായ മഞ്ജു വാര്യർ, ചിപ്പി, ആനി എന്നിവരും ചടങ്ങുകളിൽ പങ്കെടുത്തു. രതീഷിന്റെ ഭാര്യ ഡയാന 2 വർഷം മുമ്പാണ് ക്യാൻസർ രോഗം മൂലം മരണമടഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന അമ്പിളി ഫാത്തിമ അന്തരിച്ചു. ചെന്നൈയിലെ ആശുപത്രിയിലാണ് അമ്പിളി ഫാത്തിമയുടെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ചത്. 1 മാസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം കോട്ടയത്തെ വീട്ടിലെത്തിയ അമ്പിളി ഫാത്തിമയെ അണുബാധയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംസ്കാരം കോട്ടയത്ത് നടന്നു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ 10 മാസം മുമ്പാണ് അമ്പിളി ഫാത്തിമയുടെ ഹൃദയവും ശ്വാസകോശങ്ങളും മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് 10 മാസത്തെ തുടർ ചികിത്സയ്ക്ക് ശേഷം 1 മാസം മുമ്പാണ് കോട്ടയത്തെ വീട്ടിലെത്തിയത്. കർശനമായ നിരീക്ഷണത്തിലായിരുന്നെങ്കിലും 4 ദിവസം മുമ്പ് കടുത്ത പനിയും ശ്വാസതടസ്സവും ബാധിച്ചതിനെ തുടർന്നാണ് അമ്പിളി ഫാത്തിമയെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ സൂഡോമോണസ് അണുബാധയിൽ അമ്പിളിയുടെ ആന്തരികാവയവങ്ങളുടെയും തലച്ചോറിന്റെയും പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. രാവിലെ 10:30യോടെയാണ് മരണം സംഭവിച്ചതെന്ന് കാരിത്താസ് ആശുപത്രിയിലെ കാർഡിയാക് സർജൻ ഡോക്ടർ രാജേഷ് രാമൻകുട്ടി പറഞ്ഞു. sort of infection. Pseudomonas എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ വെച്ചുള്ള ഇൻഫെക്ഷനാണ് ഉണ്ടായത്. അതൊരു വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് സോർട്ട് ഓഫ് ബഗ് ആണ്, ഈവൻ ഇൻ നോർമൽ പീപ്പിൾ. സോ അമ്പിളിയുടെ കാര്യത്തിൽ ഇറ്റ് ബിക്കംസ് ഈവൻ മോർ ഡിഫിക്കൽട്ട്. അമ്പിളിയുടെ ചികിത്സയ്ക്കായി ഏകദേശം 1.5 കോടി രൂപയോളം ചിലവായിരുന്നു. സാധാരണക്കാരായ ഈ കുടുംബത്തിന് സഹായവുമായി നടി മഞ്ജു വാര്യർ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. IAS ആകണമെന്ന വലിയ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അടക്കിപ്പിടിച്ചാണ് കരുണയുടെ കണ്ണുകൾ നനയിപ്പിച്ച് അമ്പിളി ഫാത്തിമ യാത്രയായത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. താഴത്തങ്ങാടി മുസ്ലിം പള്ളി സ്ത്രീകൾക്കായി തുറന്നു. ജാതിഭേദമന്യേ നിരവധി സ്ത്രീകളാണ് പള്ളി സന്ദർശിക്കാനെത്തിയത്. രാവിലെ 8 മുതൽ 12 വരെയും പകൽ 3:30 മുതൽ 4:30 വരെയും ആരാധനാ കർമ്മങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത നിലയിലാണ് സന്ദർശന സമയം ക്രമീകരിച്ചിരുന്നത്. അടുത്ത മാസം 8-നും സ്ത്രീകൾക്ക് പള്ളി സന്ദർശിക്കാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും കൊത്തുപണികളാൽ സമൃദ്ധവുമായ താഴത്തങ്ങാടി ജുമാ മസ്ജിദ് അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യാ സ്മാരകം കൂടിയാണ്. ഈ പള്ളി സന്ദർശിക്കാൻ നിരവധി വിദേശ, സ്വദേശ വിനോദസഞ്ചാരികളും ഗവേഷകരും എത്താറുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് പള്ളിയുടെ അകത്തളങ്ങൾ കാണാൻ അവസരം ലഭിച്ചിരുന്നില്ല. പള്ളി സന്ദർശിക്കാൻ സ്ത്രീകൾക്ക് അവസരമൊരുക്കണമെന്ന ആവശ്യവും ഉയർന്നതോടെയാണ് ജാതിമതഭേദമന്യേ എത്തിയ സ്ത്രീകൾക്ക് മുന്നിൽ താഴത്തങ്ങാടി മുസ്ലിം പള്ളിയുടെ ചരിത്ര വിസ്മയം മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾ തുറന്നു നൽകിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും കൊത്തുപണികളാൽ സമ്പന്നവുമായ പള്ളി സ്ത്രീ സന്ദർശകർക്ക് ഏറെ കൗതുകമായി. താഴത്തങ്ങാടി ജുമാ മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി CM യൂസഫ്. സ്വദേശികളും വിദേശികളുമായ ധാരാളം ആളുകൾ ഈ പള്ളി സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഈ പള്ളിയുടെ കീഴിൽ താമസിക്കുന്ന മുസ്ലിം സ്ത്രീകൾ പോലും ഈ പള്ളി സന്ദർശിച്ചിട്ടില്ല. നാട്ടുകാരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് ഇപ്പോഴത്തെ പരിപാലന സമിതി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. 8-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം മത പ്രചരണത്തിനായി അറേബ്യയിൽ നിന്നെത്തിയ മാലിക് ബിൻ ദിനാർ കേരളത്തിൽ 10 പള്ളികളും തമിഴ്നാട്ടിൽ 1 പള്ളിയും സ്ഥാപിച്ചു. ആ ശ്രേണിയിൽപ്പെട്ട പള്ളിയാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. അറബിക് ശൈലിയിലുള്ള കൊത്തുപണികളും തേക്ക് തടികളിൽ ചെയ്ത തൂണുകളും കമാനങ്ങളും മേൽക്കൂടും തട്ടിൻപുറവുമെല്ലാം കൗതുക കാഴ്ചകളാണ്. മെയ് 8-നും പള്ളി സന്ദർശിക്കാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പശ്ചിമ ബംഗാൾ നിയമസഭയിലേക്കുള്ള 4ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. നോർത്ത് 24 പർഗാനയിലെ ബീജ്പൂരിൽ CPM പ്രവർത്തകന്റെ വീടിന് നേരെ നടന്ന തൃണമൂൽ ആക്രമണത്തിൽ 3.5 വയസ്സുള്ള കുട്ടിക്ക് പരിക്കേറ്റു. തൃണമൂൽ പ്രവർത്തകരുടെ കല്ലേറിൽ CPM സ്ഥാനാർത്ഥി തന്മോയ് ഭട്ടാചാര്യയ്ക്ക് പരിക്കേറ്റു. 49 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 80% പോളിംഗാണ് രേഖപ്പെടുത്തിയത്.
ഹൗറ ജില്ലയിലെ 16 നോർത്ത് 24 പർഗാനയിലെ 33 മണ്ഡലങ്ങളിലേക്കാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായത്. ആദ്യ 3 ഘട്ട വോട്ടെടുപ്പുകളിലും ഉണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 4ാം ഘട്ടത്തിലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടു. നോർത്ത് 24 പർഗാന ജില്ലയിലാണ് കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ബീച്ച്പൂരിൽ CPIM പ്രവർത്തകന്റെ വീടിന് നേരെ തൃണമൂൽ കോൺഗ്രസ് ആക്രമണത്തിൽ 3.5 വയസ്സുള്ള കുട്ടിക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 തൃണമൂൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂ ടൗണിൽ നടന്ന തൃണമൂൽ കോൺഗ്രസ് ആക്രമണത്തിൽ നിരവധി CPIM പ്രവർത്തകർക്ക് പരിക്കുപറ്റി. ഡംഡം നോർത്ത് മണ്ഡലത്തിലെ CPIM സ്ഥാനാർത്ഥി തന്മോയ് ഭട്ടാചാര്യയുടെ വാഹനം ആക്രമിച്ചു. തൃണമൂൽ പ്രവർത്തകരുടെ കല്ലേറിൽ തന്മോയ് ഭട്ടാചാര്യയുടെ കൈക്ക് പരിക്കേറ്റു. പലയിടത്തും CPIMന്റെ പോളിംഗ് ഏജന്റുമാരെ ബൂത്തിൽ ഇരിക്കാൻ അനുവദിച്ചില്ല എന്നും പരാതിയുണ്ട്. 345 സ്ഥാനാർത്ഥികളാണ് 4ാം ഘട്ടത്തിൽ ജനവിധി തേടിയത്. മുൻ മന്ത്രിമാരും ഉൾപ്പെടെ 1 ഡസനിലധികം പ്രമുഖ സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ടായിരുന്നു. CPIMന്റെ മുതിർന്ന നേതാവ് അസിംദാസ് ഗുപ്ത, തൃണമൂലിനു വേണ്ടി സംസ്ഥാന മന്ത്രിമാരായ അമിത് മിത്ര, പൂർണേന്ദു ബസു തുടങ്ങിയ പ്രമുഖർ ജനവിധി തേടി. ശാരദ ചിട്ടി തട്ടിപ്പ് കേസിൽ ജയിലിലുള്ള തൃണമൂൽ നേതാവും മുൻ മന്ത്രിയുമായ മദൻ മിത്രയും മത്സരരംഗത്തുണ്ടായിരുന്നു. 4 ഘട്ടങ്ങൾ പിന്നിട്ടതോടെ പശ്ചിമ ബംഗാളിലെ 216 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. 5ാം ഘട്ടത്തിൽ 53 മണ്ഡലങ്ങളിലേക്ക് ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.